സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. ആമേൻ. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, സൈന്യങ്ങളുടെ കർത്താവേ, സർവ്വസൈന്യാധിപനെ, ഇസ്രയേലിൻ്റെ പരിശുദ്ധ, വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവേ, ആദ്യനും അന്ത്യനുമായവനെ, പ്രപഞ്ചവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവേ, യേശുവേ, അങ്ങയുടെ വചനത്താലാണല്ലോ ഈ ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിക്കപ്പെട്ടതും ഇന്നും പരിപാലിക്കപ്പെടുന്നതും. അങ്ങയുടെ വചനം വായിക്കുവാനും അത് കേൾക്കുവാനുമുള്ള കൃപാവരം വായിക്കുന്ന എനിക്കും കേൾക്കുന്ന സകല വ്യക്തികൾക്കും ലഭിക്കുമാറാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം. സഹോദരരെ, എൻ്റെ ഹൃദയപൂർവമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരായതുകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കും എന്ന് മോശ എഴുതുന്നു. വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആര് ഇറങ്ങും എന്നും പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അതിനാൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യേശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്നാൽ അവർ കേട്ടിട്ടില്ല എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ട്. എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപിച്ചിരിക്കുന്നു, അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇസ്രയേൽ ഇത് ഗ്രഹിച്ചില്ലയോ? മുമ്പേ തന്നെ മോശ ഇങ്ങനെ പറയുന്നു: ഒരു ജനതയല്ലാത്തവരോട് നിങ്ങളിൽ ഞാൻ അസൂയ ജനിപ്പിക്കും, ബുദ്ധിയില്ലാത്ത ഒരു ജനതയെ കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും. യേശയ്യായും ധൈര്യപൂർവ്വം പറയുന്നു: എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ഇസ്രയേലിനെ പറ്റിയാകട്ടെ അവൻ പറയുന്നത് ഇങ്ങനെയാണ്:
അനുസരണയില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി. ദൈവവചനമാണ് നാം കേട്ടത്. ഈ വചനത്തിൻ്റെ ശക്തി വായിക്കുന്ന എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും കേൾക്കുന്ന സകല വ്യക്തികളിലേക്കും അവരുടെ കുടുംബത്തിലേക്കും അനുഗ്രഹപ്രദമായി മാറട്ടെ, ജീവനായി മാറട്ടെ. യേശു നാമത്തിൻ്റെ ശക്തിയാലും ദൈവവചനത്തിൻ്റെ ശക്തിയാലും ആണല്ലോ ഈ ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിക്കപ്പെട്ടതും പരിപാലിക്കപ്പെടുന്നതും. യേശു കർത്താവേ, അങ്ങയുടെ വചനത്താൽ വായിക്കുന്ന എന്നിലും എൻ്റെ കുടുംബത്തിലും കേൾക്കുന്ന സകല വ്യക്തികളിലും അവരുടെ കുടുംബത്തിലേക്കും എന്നെ അറിഞ്ഞോ അറിയാതെ ഫോളോ ചെയ്യുന്ന എല്ലാ വ്യക്തികളുടെ കുടുംബത്തിലേക്കും യേശുക്രിസ്തുവിൻ്റെ സമാധാനം ധാരാളമായി ഒഴുകുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സമ്പത്തും എല്ലാ വ്യക്തികളിലേക്കും ലഭിക്കുമാറാകട്ടെ. അവരുടെ ജീവനും ഭക്തിക്കും വേണ്ട സകലതും അങ്ങ് പ്രദാനം ചെയ്യുമാറാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.